everyone. ഹലോ. ഈ ഒരു വീഡിയോ ഒരു ഇൻഫർമേഷൻ ഷെയറിങ്ങാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് ബുക്സൊക്കെ കിട്ടണമെങ്കിലും വായിക്കണമെങ്കിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് കാശ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ബുക്ക് നമ്മൾ മിനിമം ഒരു 100, 200, 300 ഒക്കെ രൂപ കൊടുക്കണം. പിന്നെ ചില യൂസ്ഡ് ബുക്സ് കിട്ടുന്ന ബുക്ക് ചോർ എന്നൊക്കെ പറയുന്നുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. അവിടെയാണെങ്കിലും യൂസ്ഡ് ബുക്സ് ആണെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. മാത്രമല്ല, ഇത് വായിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ പൊടി പിടിച്ച് എവിടെയെങ്കിലും മൂലയ്ക്കിരിക്കും. ചില ബുക്സ് നമുക്ക് എപ്പോഴും റെഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, റോണ്ട ബേണിൻ്റെ ദ സീക്രട്ട് എന്നൊക്കെയുള്ള ബുക്കുണ്ടല്ലോ, അതുപോലെ ദ ആൽക്കമിസ്റ്റ്. ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ നമുക്കൊരു താല്പര്യം തോന്നുന്നത്. പക്ഷെ നമ്മൾ എന്ന് വെച്ചിട്ട് കുറേ ബുക്സൊന്നും നമുക്ക് വീട്ടിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഈ ഓപ്പൺ ലൈബ്രറിയെ പറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്പൺ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതൊരു ആർക്കൈവാണ്. ലോഡ്സ് ഓഫ് ഓൾഡ് ബുക്സ് ഉണ്ട്. ഇതിനകത്ത് മലയാളം ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു ഇതിൽ CBSE ICSE സ്കൂൾസിൽ പോകാത്ത കുട്ടികൾക്ക് പലർക്കും എന്നെപ്പോലെ ഇംഗ്ലീഷിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിപ്പം നാട്ടിൽ തന്നെ നിൽക്കുകയാണ്, നാട്ടിൽ തന്നെ അക്കൗണ്ടൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കേരള സർക്കാർ ജോലിയായിട്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പം കേരളത്തിന് പുറത്ത് പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ കമ്പനീസിൽ വർക്ക് ചെയ്യേണ്ട ഒരു സന്ദർഭമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്ക് കുറേ വീഡിയോസൊക്കെ കണ്ട് കാണാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതുപോലത്തെ ലൈബ്രറീസ്, ഓപ്പൺ ലൈബ്രറീസ് യൂസ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് കുറേ ബുക്സൊക്കെ റീഡ് ചെയ്ത് നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള ബുക്സൊക്കെ റീഡ് ചെയ്ത് കുറേ ബുക്ക് റീഡിങ് ഹാബിറ്റ് ആക്കാനല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ മേ ബി 2-3 പേജസ് അല്ലെങ്കിൽ 5 പേജസ് ഞാൻ റീഡ് ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് അവർ ഇംഗ്ലീഷ്, റൈറ്റ്? സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഓപ്പൺ ലൈബ്രറി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനിങ്ങനെ യൂട്യൂബിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. സോ ഇതാണ് openlibrary.org എന്നാണ്. ഇതൊരു ഇൻ്റർനെറ്റ് ആർക്കൈവാണ്. ലോട്ട്സ് ഓഫ് ബുക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് പഴയ ബുക്സൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇത് കിഡ്സിനുള്ളതുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇത് ഈ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഈ ബുക്ക്, ദിസ് ഈസ് നോട്ട് ഇൻ ലൈബ്രറി, നമുക്ക് വായിക്കാൻ പറ്റില്ല. ബട്ട് ഈ ബോറോ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഈ ബോറോ എന്ന് എഴുതിയിരിക്കുന്ന എല്ലാം അവൈലബിൾ ആണ്. ഇതിനകത്ത് കുറേ ഉണ്ട്. നമുക്കിങ്ങനെ നീക്കി ടെക്സ്റ്റ് ബുക്സും ഒക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ കുറച്ച് മെനക്കെടണം, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഏതൊരു നമ്മുടെ ബയോഗ്രഫീസ്, ഫാൻറ്റസി, റൊമാൻസ്, ആർട്ട്, സയൻസ് ഫിക്ഷൻ, ഈ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിലീജിയൻ, ചിൽഡ്രൻ, ഹിസ്റ്ററി, സോ ലോഡ് ഓഫ് ബുക്സ്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊരു ഉദാഹരണം കാണിക്കാം. ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന ബുക്കൊന്നും ഉണ്ടാവണമെന്നില്ല. ബട്ട് സ്റ്റിൽ യു ക്യാൻ ട്രൈ യുവർ ലക്ക്. അപ്പം ഞാനിപ്പം പറയാൻ പോകുന്നത് ഒരു ബുക്ക് സെർച്ച് ചെയ്യാൻ പോകുന്നത് പവർ ഓഫ് നൗ എന്ന് പറയുന്ന എക്കാർട്ട് ടോളെയുടെ ബുക്കുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. പവർ ഓഫ് നൗ സെർച്ച്. എന്താണെന്നും വരാത്ത ദ പവർ ഓഫ് നൗ നമ്മൾ അടിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം വന്നില്ലെന്ന്. യെസ്, ദിസ് ഈസ് ദ ബുക്ക്. എക്കാർട്ട് ടോളിൻ്റെ ഈ ബുക്ക് നമുക്ക് നോക്കാം. എന്താ ഇപ്പോൾ വരാത്ത? വാട്ട് ഹാപ്പൻഡ്? യെസ്, വന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, നമുക്കിത് ബോറോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാം. ബോറോ. ഇത് ഇപ്പം സാധാരണ വെബ്സൈറ്റ്സ് പോലെ പെട്ടെന്ന് യൂസർ ഫ്രണ്ട്ലി അല്ല കേട്ടോ. കാരണം ഇതൊരു അങ്ങനെ പ്രോഫിറ്റബിളായിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. ദിസ് ഇസ് കൈൻഡ് ഓഫ് ആൻ ആർക്കൈവ്. സോ ഇൻ്റർഫേസും അതുപോലെ ഇതൊക്കെ നമ്മളൊന്ന് കുറച്ച് പേഷ്യൻസ് ചിലപ്പം കാണിക്കേണ്ടി വരും. സോ അത് മാത്രമല്ല, ഇത് ഒരു PDF ഫോർമാറ്റില്ല. അതുകൊണ്ട് നമുക്ക് ബുക്സ് ഓപ്പൺ ആയാലും നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് വേറൊരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കുന്നത്. ഓപ്പൺ ആവട്ടെ. സോ 11. സോ ഞാനിപ്പം 10:11 ഇത് ബോറോ ചെയ്തേ. സോ ഇത് എനിക്ക് 1 മണിക്കൂറത്തേക്കിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. സോ അതിനുശേഷം നമുക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ എക്സ്റ്റെൻഡ് അഗെയിൻ, ബോറോ അഗെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. വീണ്ടും അങ്ങനെ നമുക്ക് ഈ ബുക്ക് പലപ്പോഴായിട്ട് റീഡ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ എനിക്കറിയാം 1 hour ഇത് അവൈലബിൾ ആണ്. സോ
കണ്ടോ? പവർ ഓഫ് നൗ. ഇത് വളരെ നല്ല ബുക്കാണ് കേട്ടോ. ജസ്റ്റ് സാമ്പിളായിട്ട് എടുത്തെങ്കിലും ഒരു റീഡ് ചെയ്യാൻ നല്ലൊരു ബുക്കാണിത്. ഇങ്ങനെ പേജസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഇവിടെ തൊട്ട് നമുക്ക് റീഡ് ചെയ്യാം. അതുപോലെ ഇതിന് പല രീതിയിലുണ്ട്. ഇത് 1 പേജ് വ്യൂ ഉണ്ട്, 2 പേജ് വ്യൂവിലാണ് കറൻ്റ്ലി നമ്മൾ നിൽക്കുന്നത്. 1 പേജ് വ്യൂ ആകുമ്പോൾ ഇങ്ങനെ വരും. അപ്പം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയച്ചാൽ മതി. കണ്ടോ? ദ ഒറിജിൻ ഓഫ് ദിസ് ബുക്ക് ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഈ ഒരു തംബ്നെയിൽ വ്യൂവിൻ്റെ ഒന്നും ആവശ്യം വരില്ല. പിന്നെ ഇതിനകത്ത് അനദർ ഫീച്ചർ ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ഈസ് ലൈക്ക് റീഡ് ദിസ് ബുക്ക് അലൗഡ്. സോ ഇഫ് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് This book would not have come into existence without them. They belong to what is as അതുപോലെ നമുക്ക് റീഡ് ചെയ്ത് കിട്ടും. അത് ഒരു AI ബേസ്ഡ് ആണെന്ന് തോന്നുന്നു റീഡ് ചെയ്യുന്നില്ല. അതൊരു ആൾ റീഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തതല്ല. അതിൻ്റേതായിട്ടുള്ള ഒരു ദോഷവശമുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കിപ്പോൾ വെറുതെ റിലാക്സ് ചെയ്ത് സിറ്റ് ചെയ്ത് കേൾക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ ചില വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൂം ഇൻ സൂം ഔട്ട് ഉണ്ട്. അതുപോലെ ടോഗിൾ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. ഫ്ലിപ്പ് ലെഫ്റ്റ് ഫ്ലിപ്പ് റൈറ്റ് ആ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം പറയാനുള്ളത് ഇത് എൻഡ് ചെയ്യുന്നത് 11:11 വി ക്യാൻ റീഡ് ഇറ്റ് അഗെയിൻ. മേ ബി ടുമോറോ ഓൾസോ വി ക്യാൻ ലോഗിൻ ടു ദ സെയിം ഓപ്പൺ ബുക്ക് ലൈബ്രറി ആൻഡ് റീഡ് ഇറ്റ് അഗെയിൻ. ജസ്റ്റ് നമ്മൾ ബോറോ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ വളരെ നല്ല നല്ല ബുക്സൊക്കെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഇരുന്ന് നമ്മുടെ ഇതനുസരിച്ച് ഓപ്പൺ ലൈബ്രറിയുടെ ഒരു ആപ്പ് പോലും ഉണ്ട് കേട്ടോ. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാമെന്ന് പറഞ്ഞാൽ അതൊരു വാല്യുബിൾ റിസോഴ്സ് അല്ലേ. നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. മേ ബി 10 minutes എ ഡേയോ അങ്ങനെയൊക്കെ. കാരണം ഇപ്പം ഞാനിത് പറയുന്നത് കോളേജ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ബേസിക് ഇംഗ്ലീഷ് സംസാരമൊക്കെ വേണം. ഈ PSC ടിപ്സ് കാണുന്ന എല്ലാവരും മിക്കവാറും എനിക്ക് തോന്നുന്നില്ല സാധാരണ സ്കൂളിലൊക്കെ പഠിച്ച അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ ആരാണെങ്കിലും യു ക്യാൻ യൂട്ടിലൈസ് ദിസ് ഫീച്ചർ വിച്ച് ഈസ് അവൈലബിൾ വിത്ത് ഓപ്പൺ ലൈബ്രറി. അങ്ങനെ യു ക്യാൻ എൻഹാൻസ് യുവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സോ തോട്ട് ഓഫ് ഷെയറിങ് വിത്ത് യു. താങ്ക് യു.